എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ടാരോട്ട് എക്സ്ട്രീ 7 മലയാളം ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള കറണ്ട് എനർജിയാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സീക്രട്ട് ഫീലിങ്സ് എന്താണ്, ഇനിയും നിങ്ങൾ ഒരു നോ കോൺടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെ ആണെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ നോ കോൺടാക്റ്റിനും ബ്രേക്കപ്പിനും ഒക്കെയുള്ള റീസൺ എന്തൊക്കെയാണ്, ആ ഒരു വ്യക്തിന് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിലവിലത്തെ സിറ്റുവേഷൻ എന്താണ്, അങ്ങനെ ഒരു ബന്ധത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നോക്കാൻ പോവുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ്സുമാണ്. നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത്. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നിങ്ങളൊന്നിച്ചുണ്ടായിരുന്ന നല്ല മൊമെൻറ്റ്സ് ഒക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇപ്പം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന കിങ് ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് ബന്ധം നിലവിൽ ഇപ്പോൾ അത്ര ഒരു സ്മൂത്ത് ഗോയിങ്ങിലല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന മെയിനായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഒരു നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ പോലും ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ അല്ല ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇനി ഒരു പക്ഷേ നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒന്നും അല്ല എങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ ആരുടെയാണോ ഈ റീഡിങ് വരുന്നത്, ആർക്കൊക്കെയാണോ ഇത് റെസനേറ്റ് ആവുന്നത് എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഇവിടെ കാണുന്ന കണക്ഷൻ അനുസരിച്ച്, എനർജി അനുസരിച്ച് ഇത് ഒരു എന്തോ ഒരു അകൽച്ച, ഒന്നുകിൽ നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ആകാം, അല്ലെങ്കിൽ ഒരു നന്നായിട്ടുള്ള ഒരു ഫുള്ളായിട്ടുള്ള ഓപ്പൺ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പം കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള ഒരു ബന്ധമാണെങ്കിൽ തന്നെയും ഒന്നുകിൽ ഒരു കോൾഡ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഇറഗുലർ കോണ്ടാക്റ്റ് എന്നുള്ള രീതിയിലോ പോകുന്നതായിരിക്കാം. ഒരു റെഗുലർ കോണ്ടാക്റ്റ് എന്നുള്ള രീതിയിലും പോകുന്നതല്ലായിരിക്കാം. അപ്പം എന്തെങ്കിലും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ കൂടി ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു ബന്ധം പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു സൈഡിലെ ആൾ ഇവിടെ വെയിറ്റിംഗ് എനർജിയിലാണ് ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റേ സൈഡ് ഒരു ഡിസ്റ്റൻസ് എടുക്കുന്ന അല്ലെ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എനർജി. അപ്പം മറ്റേ ആളിന് വേണ്ടി ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള എനർജിയാണ്. അത് കാണുന്ന നിങ്ങളാണ് ഇവിടെ വെയിറ്റിംഗ് എനർജിയിൽ കാണുന്നത്. മറ്റേ ആൾ ഇവിടെ ഡിസ്റ്റൻസ് എടുക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു ഡീപ്പ് അട്രാക്ഷനും ഇമോഷണൽ പുള്ളും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്നർ ബോണ്ടും ഒക്കെയുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഒരു സൂപ്പർഫിഷ്യൽ ബോണ്ട് അല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇവിടെ അതായത് ഈ ബന്ധം
പെയിനിൽ കൂടി, വേദനയിൽ കൂടി ട്രാൻസ്ഫോം ആവുന്ന ഒരു ബന്ധമായിട്ടാണ് ഈ ഒരു ബന്ധത്തെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഈ ഒരു ബന്ധത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ ഉണ്ട്, നിലവിലും ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിലവിലും ഉണ്ട് എന്നുള്ള എനർജിയാണ്. പക്ഷേ നിങ്ങൾക്കിടയിൽ എന്താ പറയാ, ഹേർട്ട് ഉണ്ടായിട്ടുണ്ട്, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്, സൈലൻസും നിങ്ങളുടെ ബന്ധത്തിനിടയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു കാർമിക് ലേണിംഗ് ഒരു ഫീലാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത. കാരണം പല കാര്യങ്ങളും നിങ്ങൾ ഒരു പക്ഷെ പഠിക്കുന്നത്, കാർമിക് പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം. കാരണം ഇതൊരു സോൾമേറ്റ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ബന്ധമാണ്, പക്ഷെ അതൊരു ഈസി റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ബന്ധത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് നോ കോണ്ടാക്ട്, അല്ലെങ്കിൽ ഈ ഒരു ലെസ് കോണ്ടാക്ട്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്നത്, ഒരു റെഗുലർ അല്ലാത്ത ഒരു കോണ്ടാക്ട് ഒക്കെ വന്നതിന് കാരണം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഷാർപ്പായി പോയി എന്നുള്ളതാണ്. കാരണം നിങ്ങൾ തമ്മിൽ ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ നടന്നു എന്നുള്ളതാണ്. മനസ്സിലായല്ലേ? ഫേസ് ടു ഫേസ് നിങ്ങൾ വാക്കുതർക്കം ഉണ്ടായി, മുഖത്തോട് മുഖം നോക്കി നിങ്ങൾ ഇവിടെ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഹാർഷായിട്ടുള്ള വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഇമോഷണൽ ഓവർലോഡ് ഇവിടെ ഒരാൾക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ശക്തമായിട്ട് കാണിക്കുന്നത്. അതായത് ഒരാൾക്ക് ഇവിടെ ഓവർ തിങ്കിങ്, എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ സൈഡിലാണ്, നിങ്ങളാണ് കൂടുതൽ ഇവിടെ ഓവർ തിങ്കിങ് എന്നുള്ള ഒരു എനർജിയിൽ കാണിക്കുന്നത്. അതുപോലെ ഗിൽറ്റ് ഫീൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ആങ്സൈറ്റിയും ഈ ഒരു ബന്ധത്തിന് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇവിടുന്ന് ഒരു പേഴ്സൺ വിഡ്രോ ചെയ്തിരിക്കുന്ന എനർജിയാണുള്ളത്. അതായത് ആ ഒരു വ്യക്തിയുടെ എനർജി നമ്മൾ നോക്കുമ്പോൾ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആക്ഷൻ ആണ് ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും, നിങ്ങളുടെ അല്ല, ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന്. ആ ഒരു വ്യക്തി വിഡ്രോ ചെയ്തൊരവസ്ഥയിലാണ്, സ്റ്റേബിൾ അല്ലാത്ത ഒരു ആക്ഷനാണ് ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതായത് വന്നു പോകുന്ന ഒരു ബിഹേവിയർ, സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി നിൽക്കുന്ന എനർജി അല്ല ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കാണുന്നത്, വന്നു പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി കമ്മിറ്റ്മെന്റ് തരുന്നതിന് മടി കാണിക്കുന്നു, അവർക്ക് അങ്ങനെ ഒരു ഹെസിറ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ബന്ധം ഇപ്പോൾ ബ്രേക്ക് ആവാൻ കാരണം, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകാൻ കാരണം, ഇതൊരു കോണ്ടാക്ട് ബ്രേക്ക് ആവാൻ ഉള്ള കാരണം ഇത് സഡൻ ആയിട്ടുള്ള ഒരു ദേഷ്യം മാത്രമല്ല, ആ ഒരു വ്യക്തിക്ക് ഒത്തിരി മെന്റൽ ബേർഡൻ ഉണ്ടാകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒത്തിരി മെന്റൽ ബേർഡൻ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബന്ധം ഇവിടെ വിഡ്രോ ആവാൻ കാരണമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കും, ആ ഒരു വ്യക്തി വിഡ്രോ ചെയ്യാൻ കാരണമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബന്ധം ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെ ബ്രേക്കപ്പിലോ അല്ലെ പഴയ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ട ആ ഒരവസ്ഥയിലോ ഇപ്പൊ ഈ ഒരു ബന്ധം പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടുതലും മിസ്റ്റേക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഇത് കാണുന്ന നിങ്ങൾ ആരോ അവരാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണക്കാരെന്ന് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയോടുള്ള ഇമോഷണൽ എക്സ്പെക്ടേഷൻ നിങ്ങളുടെ ഒത്തിരി കൂടുതലായിപ്പോയി. ആ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഇമോഷണൽ എക്സ്പെക്ടേഷൻ നിങ്ങളുടെ ഭാഗത്ത് ഒത്തിരി കൂടുതലായി പോയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി വേണം എന്നുള്ള ഒരു പ്രഷർ നിങ്ങൾ അവരോട് ചെയ്തു എന്നുള്ളത്. ഈ ബന്ധം, അതായത് എന്തിനീ ബന്ധം, അല്ലെ ഈ ഒരു ബന്ധത്തിന്റെ ഭാവി എന്താണ് നിങ്ങളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം, അങ്ങനെ പല ചോദ്യങ്ങളും, അല്ലെങ്കിൽ ബന്ധത്തിന്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ അവർക്കൊരു പ്രഷർ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു അകൽച്ചയ്ക്ക് കാരണം മെയിൻലി നിങ്ങളുടെ ആ ഒരു കൂടിയ ഇമോഷണൽ എക്സ്പെക്ടേഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി വേണമെന്നുള്ള ഒരു പ്രഷറുമായിരിക്കാം ആ ഒരു വ്യക്തിയെ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഈ അകറ്റിയിരിക്കുന്നത്, ഈ നോ കോണ്ടാക്ട് വന്നിരിക്കുന്നത് എന്നാണ് എനർജി പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പൊ ആ ഒരു വ്യക്തിയുടെ സൈഡ് നമുക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളോട് ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എനർജി അല്ല കാണിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വ്യക്തി ഒരു ഡിറ്റാച്ച്ഡ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്, അതായത് ഡിറ്റാച്ച് ആവുക എന്നുള്ള ഒരു ഡിസിഷനാണ് ഇപ്പൊ ആ ഒരു വ്യക്തി എടുത്തിട്ടേക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി പ്രാക്ടിക്കലായിട്ടും, അത് മാത്രമല്ല ആ ഒരു വ്യക്തിക്ക് കുറച്ച് ഈഗോ ഉള്ള ഒരു വ്യക്തിയുമാണ്. അതുകൊണ്ട് ഇപ്പൊ ആ ഒരു വ്യക്തി ആ ഒരു ഈഗോ ബേസ്ഡ് സൈലൻസിലേക്ക് പോയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു ഫ്യൂച്ചറോ ഒരു ക്ലാരിറ്റിയോ വ്യക്തമായിട്ട് തരാൻ ആ ഒരു വ്യക്തിക്ക് കഴിയുന്ന ഒരു ബന്ധവും ആയിരിക്കില്ല ചിലപ്പോൾ ഇത്. കാരണം എന്തെങ്കിലും
സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവുന്നതോ, അങ്ങനെ ആ ഒരു വ്യക്തിക്ക് മറ്റെന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉള്ളതോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് ഒരു ക്ലാരിറ്റി തരാൻ കഴിയുന്ന ഒരു ബന്ധമായിരിക്കില്ല. അപ്പോൾ ആ വ്യക്തി വിചാരിച്ചിട്ടുണ്ട് ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനം എടുക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ച് പ്രാക്ടിക്കൽ സൈഡ് ആ ഒരു വ്യക്തി കണ്ടെത്തിയതാവാം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നോ കോണ്ടാക്ടിന്റെ ബ്രേക്കപ്പിന്റെ കാരണം നോക്കുമ്പോഴേ രണ്ടു പേർക്കും ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു എന്താ പറയുക, നോ കോണ്ടാക്ടിനുള്ള ഒരു ബ്രേക്കപ്പിനുള്ള ആ ഒരു കാരണം മെയിൻലി നിങ്ങളുടെ വശത്തു നിന്ന് ഈ ഒരു കാര്യമുണ്ട്. അത് തെറ്റെന്ന് പറയാൻ കഴിയില്ല, അത് നിങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ മറ്റേ വ്യക്തി ഒട്ടും മോശമല്ല, ആ ഒരു വ്യക്തിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഈ ഒരു അകൽച്ചയ്ക്ക് എന്നാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തത് നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ പാസ്റ്റ് എനർജി നമ്മൾ നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉള്ള ഒരു ബന്ധമായിട്ടാണ് ഈ ഒരു ബന്ധത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് മ്യൂച്വൽ ഇമ്പോർട്ടൻസ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ബന്ധമാണ്. ഞാൻ ഈ കാർഡ് കണ്ടില്ലേ, ഈ കാർഡ് ഞാൻ മാറ്റുകയാണ്. ഓക്കെ, പറഞ്ഞുതരാം. ഞാൻ മാറ്റിയാലും എല്ലാ കാർഡിനെയും ബേസ് ചെയ്താണ്, ഈ മാറ്റുന്ന കാർഡിനെ ഉൾപ്പെടെ ബേസ് ചെയ്താണ് ഞാൻ റീഡിങ് പറയുന്നത് കേട്ടോ. ആർക്കും ആ ഒരു സംശയം വേണ്ട, മാറ്റിയ കാർഡിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന സംശയം വേണ്ട, അതിനെയും ബേസ് ചെയ്താണ് ഞാൻ റീഡിങ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഇപ്പോഴാണ് ഞാനത് കണ്ടത്, ആ കാർഡ് മാറ്റി. അത് എന്താ പറയുക, യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷൻസിനൊക്കെ ഇത് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ തമ്മിൽ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ബന്ധം തന്നെയാണ് എന്നുള്ളതാണ്. അതായത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു ഇമോഷണൽ വാല്യൂ കൽപ്പിച്ചിരുന്ന ഒരു ബന്ധമാണ് ഈ ഒരു ബന്ധം ഇതിന്റെ പാസ്റ്റില്. ഒരാൾ ഇതിനകത്തൊരു ഒരു പ്രൊട്ടക്ടർ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു വ്യക്തി ഒരു പ്രൊട്ടക്ടർ, നിങ്ങളെ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന എനർജിയിലുള്ള ഒരു വ്യക്തിയും നിങ്ങൾ ഡീപ്ലി അറ്റാച്ച്ഡ് ആയി നിന്ന ഒരു വ്യക്തിയും എന്നുള്ള ഒരു എനർജിയാണ് ഈ ഒരു ബന്ധത്തിന്റെ പാസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോ ഇപ്പോ ഈ ഒരു ബന്ധത്തിൽ ഒരാൾ വെയിറ്റിംഗ് എനർജിയിലാണ്, ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി ഒരാൾ വെയിറ്റ് ചെയ്യുകയാണ്. മറ്റേ ഭാഗത്ത് നിന്നൊരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡിലേ എന്നുള്ള അവസ്ഥയിൽ കൂടിയാണ് ബന്ധം പാസ്റ്റിൽ നിന്ന് തുടങ്ങി ഇപ്പൊ മൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നു. പാസ്റ്റിൽ വളരെ ഹോപ്പ് ഉണ്ടായിരുന്ന ഒരു ബന്ധമാണിത്. പക്ഷെ ആ ഒരു സമയം അതത്ര പിന്നെ അങ്ങോട്ട് സ്മൂത്ത് ആയിരുന്നില്ല എന്നുള്ളതാണ്. പ്രസന്റ് സിറ്റുവേഷനിൽ ഇപ്പോഴും ആ ഒരു പെയിൻ, ഇപ്പോഴും ബന്ധത്തിലുണ്ടായ ആ ഒരു അകൽച്ച മൂലം വന്നിട്ടുള്ള ആ ഒരു പെയിന് ഇപ്പോഴും അൺറിസോൾവ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോഴും സോൾവ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു അകൽച്ച രണ്ടുപേരെയും മെന്റലി എഫക്റ്റ് ചെയ്തു എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത്. ഒരാളെ മാത്രമല്ല, ഈ ഒരു അകൽച്ച മെന്റലി രണ്ടുപേരെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ബന്ധം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ്. അതായത് ഒരു വ്യക്തി ആ ഒരു വ്യക്തിക്ക് ഹേർട്ട് ആയതിനെ ഹൈഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് പെയിൻ, നിങ്ങളെ ഹേർട്ട് ചെയ്ത് നിങ്ങൾ ഹൈഡ് ചെയ്തിട്ട് നിങ്ങൾ വളരെ സന്തോഷമായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ടാവാം. പക്ഷെ മറ്റേ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലും എന്താ പറയാ, ഭയങ്കരമായിട്ട് ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ആ ഒരു വ്യക്തി നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും കുറച്ചൊക്കെ നിങ്ങളുടെ വ്യക്തമാണ്. പക്ഷെ ആ ഒരു വ്യക്തി സ്ട്രോങ് ആണ്, ആ ഒരു വ്യക്തിയെ ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഇൻസൈഡിൽ ഇത് ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ ആ ഒരു സൈലൻസ് എന്ന് പറയുന്നത് പുറത്ത് സ്ട്രോങ് ആയിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ ഒത്തിരി എന്താ പറയാ, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, ഉള്ളിൽ ഒത്തിരി കലുഷ്യമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു വ്യക്തിക്കും ഉള്ളതായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഫ്യൂച്ചർ എനർജി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ബന്ധത്തിന് ഇതൊരു കംപ്ലീറ്റ്ലി എൻഡ് ആവുന്ന ഒരു അവസ്ഥയല്ല കാണിക്കുന്നത്. ഈ ഒരു ബന്ധം കംപ്ലീറ്റ്ലി എൻഡ് ആവില്ല എന്നുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് എൻഡ് ആവേണ്ട ഒരു ബന്ധമല്ല. ഈ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളിൽ ആര് തന്നെയായാലും ഇവിടെയുള്ള സത്യത്തെ, ട്രൂത്തിനെ ഫേസ് ചെയ്യേണ്ടതായി വരും എന്നുള്ളതാണ്. ഇവിടെയുള്ള ഈ ഒരു ബന്ധത്തിലുള്ള സത്യത്തെ ഫേസ് ചെയ്യേണ്ടതായി വരിക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു മെച്യൂർ കമ്മ്യൂണിക്കേഷനുള്ള ചാൻസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് ചെയ്യേണ്ടത് ഇമോഷണൽ ഡ്രാമയൊക്കെ ഒഴിവാക്കിയിട്ട് പ്രാക്ടിക്കൽ ടോണിൽ വേണം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷന് തയ്യാറാവാനായിട്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതായിട്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂണിക്കേഷൻ ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണൽ ഡ്രാമാസ് ഒഴിവാക്കിക്കൊണ്ട് പ്രാക്ടിക്കൽ ടോണിൽ നിങ്ങൾ
അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജ്. അപ്പോൾ ഇവിടെ റീകൺസിലേഷൻ ചാൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ റീകൺസിലേഷൻ ഇവിടെ വരണമെങ്കിൽ ഇവിടെ ഈ ഈഗോ ഇവിടെ റെഡ്യൂസ് ആവണം. ആ ഒരു വ്യക്തിക്കാണ് കൂടുതൽ ഈഗോ എങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഈഗോ ഇവിടെ റെഡ്യൂസ് ആവണം. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അത് മാത്രമല്ല ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറയ്ക്കണം. അതായത് സാധ്യമല്ലാത്ത, ആ ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കാത്ത എക്സ്പെക്ടേഷൻസ് ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കുറയ്ക്കുകയും വേണം എന്നുള്ളത് തന്നെയാണ്. കാരണം ചില ബന്ധങ്ങളിലേക്ക് വന്ന് ചാടുമ്പോൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടാവില്ല ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴായിരിക്കാം ഇതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് രണ്ടുപേരും ചിന്തിക്കുന്നത്. ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിൽ തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ കൂടുതലായിട്ടും പിന്നെ ചിന്തിക്കാൻ തുടങ്ങുന്നത് പുരുഷനായിരിക്കും. കൂടുതലുമായിട്ടും കണ്ടുവരുന്ന അതാണ്. സ്ത്രീകളില്ലെന്നല്ല, ഞാൻ കൂടുതലും എനർജി വൈസ് പലരും സംസാരിക്കുന്നതിൽ നമ്മൾ കണ്ടുവരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയും പുരുഷനും ആണെങ്കിൽ പോലും അവരൊരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ പുരുഷൻ പതുക്കെ അവിടെ നിന്ന് വിഡ്രോ ആവുന്ന, അല്ലെ ഫാമിലിയെ കുറിച്ചൊക്കെയുള്ള ചിന്ത വന്ന് വിഡ്രോ ആവുന്ന എനർജിയാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെ അങ്ങനെ സിറ്റുവേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. സ്ത്രീകൾ അവിടെ ഒരു നിസ്സഹായരായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന എനർജിയും നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പുരുഷന്മാരും ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് എന്നോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് സ്ത്രീകൾ ഇതുപോലെ വന്ന് ഒരു പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അവിടുന്ന് ഒന്നും മിണ്ടാതെ വിഡ്രോ ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റാത്ത എക്സ്പെക്ടേഷൻസ് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ അർപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങണം എന്നുള്ളത് തന്നെയാണ്. അല്ലെ ആ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു വ്യക്തിയിൽ നിന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ട്രൂത്ത് നിങ്ങളുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും എന്നുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ പാർട്ട്ണറിന്റെ ഒരു കറണ്ട് എനർജി നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഇപ്പോൾ ഫീലിങ്സ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന എനർജിയിലാണ് എന്നുള്ളതാണ്. അതായത് ആ ഒരു വ്യക്തി ഇവിടെ പുറത്തേക്ക് കോൾഡായി തോന്നുമെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഇൻസൈഡ് എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് അല്ല ആ ഒരു വ്യക്തി. ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പുറത്തേക്ക് ആ ഒരു വ്യക്തി വളരെ കൂളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വളരെയധികം ഇമോഷൻസ് നിങ്ങളോട് നിലവിലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു ഡിസിഷൻ എടുക്കാൻ ആ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല, എന്തുകൊണ്ടോ കഴിയുന്നില്ല. കാരണം ആ ഒരു വ്യക്തി ഉറച്ച ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ചാടിക്കേറിയ ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ലാത്ത ഒരവസ്ഥയിലാണ് നിലവിൽ ആ ഒരു വ്യക്തി ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ട് ഇപ്പോ. പക്ഷെ ബന്ധം ഒരു സ്ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈലന്റ് ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബന്ധം നോ കോണ്ടാക്ട് ആകാനുള്ള ഒരു റീസൺ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്കിടയിൽ ഹേർട്ടും ഓവർ തിങ്കിങ്ങും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ ബന്ധത്തിൽ വന്നതാണ് ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് ഒക്കെ ഉണ്ടാവാനുള്ള കാര്യം. ഇവിടെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തിട്ടുള്ള എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലും അല്ല ഉള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ഒക്കെ ആണെങ്കിൽ സ്ലോ ആയിട്ട് ഈ ഒരു ബന്ധം വീണ്ടും തിരികെ വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു ക്ലാരിറ്റി കോൺവെർസേഷൻ ഉള്ള സാധ്യതയും വളരെ ശക്തമായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈലൻസ് ആദ്യം ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത നമുക്കിവിടെ കാണിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്നാവാൻ തന്നെയാണ്. അതായത് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അപ്പോളജി ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ടോണിലുള്ള ഒരു കോണ്ടാക്ട് ഒക്കെ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങളെ തേടിയെത്തും എന്നുള്ള സാധ്യത നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇമോഷണൽ മെസ്സേജ് ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. അതായത് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കി ആ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ചൊരു ഡിലേ ആയേക്കാം. പക്ഷെ കംപ്ലീറ്റ്ലി ഒരു കട്ട് ഓഫ് ഇന്റൻഷൻ ഈ ഒരു ബ്രേക്കപ്പിലോ നോ കോണ്ടാക്റ്റിലോ ആ ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ റീകൺസിലേഷൻ സാധ്യമാണ് എന്നുള്ളതാണ്.
കുറച്ചൊരു ഈഗോയും ഇന്നർ കൺട്രോളും ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വരുന്നത് കേട്ടോ. അതായത് വളരെ ചിന്തിച്ച ശേഷം മാത്രമേ ആ ഒരു വ്യക്തി മൂവ് ചെയ്യൂ എന്നുള്ള ഒരു സ്വഭാവം ആ ഒരു വ്യക്തിക്കുണ്ട്. അതാണ് ആ ഒരു ഡിലേ വരുന്നതിന്റെ കാരണം. അതായത് നമുക്കിവിടെ ഈ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി പെട്ടെന്ന് ഒന്ന് ചാടിക്കേറി എന്ന് പറയുന്ന ഒരു രീതിയല്ല. എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ ഒരു വേ ചെയ്ത് മാത്രമേ കോണ്ടാക്ട് ചെയ്യൂ എന്നുള്ള, അല്ലെങ്കിൽ കോണ്ടാക്റ്റിലേക്ക് വരൂ എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, അതുകൊണ്ട് കോണ്ടാക്റ്റിലേക്ക് വരുന്ന സമയത്ത് വളരെ അളന്നു കുറിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ഒരു വളരെ ഷോർട്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ അതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട. പക്ഷെ നിങ്ങൾ കാണുന്ന ആൾക്കാർ ആരാണോ, നിങ്ങളിൽ ആ ഒരു വ്യക്തിക്ക് കൂടുതൽ ഇമോഷണൽ ഫുള്ള് കൊടുക്കരുത്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ ചേസ് ചെയ്യാനായിട്ട് പോകണ്ട കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ വ്യക്തി വീണ്ടും റിട്രീറ്റ് ചെയ്യാൻ ഉള്ള ഒരു സാധ്യതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ബന്ധം വീണ്ടും നല്ല രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഇല്ല വേണ്ട പോക്കോട്ടെ എന്ന് കരുതുന്നവരാണെങ്കിൽ ഓക്കെ. ആ ഒരു വ്യക്തി ഇപ്പോൾ സീക്രട്ട്ലി എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും എന്താ പറയാ, ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത്. അതായത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മരിച്ചിട്ടില്ല, ഇനി നിങ്ങൾ നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളെ മറന്നുപോയോ എന്നൊക്കെ എനർജിയിലാണെങ്കിൽ ആ ഒരു വ്യക്തി സ്റ്റിൽ നിങ്ങളെ ഓർക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇമോഷണൽ ഇമ്പാക്ട് ഇപ്പോഴും നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നല്ല പാസ്റ്റിൽ ഉണ്ടായിരുന്ന കോൺവെർസേഷനൊക്കെ ആ ഒരു വ്യക്തിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിടയിലുണ്ടായ ആ എന്താ പറയാ, ഹാർഷായിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചുള്ള സംസാര ആർഗ്യുമെന്റ്സ് ഒക്കെ അതും ഓർമ്മ വരുന്നുണ്ട്. ആ ഹേർട്ടൊക്കെ ആ ഒരു വ്യക്തി ഇപ്പോഴും കുറച്ചൊക്കെ മെന്റലി ക്യാരി ചെയ്യുന്ന എനർജിയും ഉണ്ട്. പക്ഷെ എങ്കിലും ഇപ്പോൾ പക്ഷെ പുറത്തേക്ക് ആ ഒരു വ്യക്തി ഒരു കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി ഞാൻ വീക്കാണ് എന്നുള്ളത് കാണാനായിട്ട് കാണിക്കില്ല പുറത്ത്. അത് മാത്രമല്ല, ഡിസ്റ്റൻസ് സേഫ് ആണ് എന്ന് കരുതുന്ന, ഇപ്പോൾ ഇത് ഡിസ്റ്റൻസ് ആണ് എനിക്ക് സേഫ് എന്ന് കരുതുന്ന ഒരു എനർജിയിലുമാണ് ആ ഒരു വ്യക്തി ഉള്ളത് എന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു റിഗ്രറ്റ് ഫ്ലാഷ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവും. ഉറപ്പായിട്ടും റിഗ്രറ്റ് ചെയ്യും കേട്ടോ ആ ഒരു വ്യക്തി. അത് മാത്രമല്ല, ഈ വ്യക്തി രാത്രിയിൽ ഒത്തിരി ഓവർ തിങ്കിങ് ആവുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് രാത്രിയിലാണ് കൂടുതൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരുന്നത്. കാരണം ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ സൈലന്റ് സിറ്റുവേഷനിലൊക്കെയാണ് വരുന്നത്. അതായത് ഈ ഒരു ബന്ധം ഇങ്ങനെ എത്തേണ്ടിയിരുന്നില്ല, അല്ലെ ഈ ഒരു അവസ്ഥയിൽ ആവേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഒരു തോട്ട് ആ ഒരു വ്യക്തിക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിലും ഒരു ലോജിക് സൈഡ് ആ ഒരു വ്യക്തിക്ക് ഡൊമിനേറ്റ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇമോഷനേക്കാളിൽ ആ ഒരു വ്യക്തി ഡിസിഷനിൽ പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ലോജിക് സൈഡ് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന എനർജിയിലാണ് ആ ഒരു വ്യക്തി ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സീക്രട്ട് ഫീലിംഗ്, കെയർ ഒക്കെ ഉണ്ട്. പക്ഷെ എക്സ്പ്രഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ഇപ്പോൾ സൈലൻസിലാണെങ്കിൽ ഈ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്ത് ആ ഒരു വ്യക്തി തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പക്ഷെ സ്ലോ ആയിട്ടും വളരെ ശ്രദ്ധാപൂർവമായിരിക്കും ആ ഒരു വരവ് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയുടെ ഉള്ളില് വളരെയധികം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചിന്ത ആ ഒരു വ്യക്തി ഇത് ബാധിച്ചിട്ടില്ലേ, ഈ ഒരു അകൽച്ച അവരെ ബാധിച്ചിട്ടില്ലേ, അവർക്ക് വിഷമമില്ലേ എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ തീർച്ചയായിട്ടും അവരെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ ആ ഒരു അഫക്റ്റ് ഉണ്ട്, പുറത്തേക്ക് അത് കാണുന്നില്ല എങ്കിലും. അതായത് പുറത്തേക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഡിറ്റാച്ച്ഡ് ആണ് എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കുന്നു, അല്ലെ മറ്റേ ആൾക്കാരിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾ വളരെയധികം അറ്റാച്ച്ഡ് ആണ്. ആ ഒരു വ്യക്തിയെ ഈ ഒരു അകൽച്ച ഒത്തിരി അഫക്റ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഗൈഡൻസ്. ഇപ്പൊ ഇത് എത്ര പേർക്ക് ഇവിടെ റെസനേറ്റ് ആകും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ എന്ന് പറയുന്നത് അത്ര നിങ്ങളോട് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എത്ര പേർക്കാണ് റെസനേറ്റ് ആകുന്നതെന്ന് അറിയത്തില്ല. കാരണം നോർമലി കൂടുതലും ആൾക്കാർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, കമ്മിറ്റ്മെന്റിലേക്ക് വരുന്ന വ്യക്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് അകന്നു പോയാൽ തന്നെ അത് പിന്നെ വരാനുള്ള എനർജി വളരെ വളരെ കുറവായിട്ടുള്ളതാണ്. അത് വരാനുള്ള എനർജി മാത്രമല്ല, അവരുടെ ആ ഒരു ഇന്റൻഷൻ സ്ട്രോങ് ആയിരിക്കണമെന്നില്ല. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഇന്റൻഷനും വളരെ സ്ട്രോങ് തന്നെയാണ്, നിങ്ങളോടുള്ള ഫീലിങ്സും വളരെ സ്ട്രോങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് എത്ര പേർക്കാണ് റെസനേറ്റ് ആകുന്ന അറിയില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതാണെങ്കിൽ എടുക്കുക, അത് കമന്റ് രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്താനും ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.